ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതലാണ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏപ്രിൽ മാസത്തിലെ 2026 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സ്ക്രീനിൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രമാണ് സ്ക്രീനിൽ കൊടുക്കുന്നത്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് അവിടെ പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രപഞ്ചശക്തിയുടെ മുന്നറിയിപ്പാണ് ഈ വീഡിയോ. 3 ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം വന്നു ചേരാൻ പോകുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ, അതായത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സംഭവിച്ചിട്ടുള്ള വളരെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിംഗ് മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ആ ഒരു എനർജിയിലേക്ക് പോകാം. ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഈ പേഴ്സൺ ഭയങ്കര ഒരു വെൽ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തകളാണ് ഈ പേഴ്സന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആരുടെയൊക്കെ കൂടെയാണ് ഈ പേഴ്സൺ ഇരിക്കുന്നതെങ്കിൽ പോലും ഇടപെടുന്നതെങ്കിൽ പോലും ഈ പേഴ്സന്റെ മനസ്സിൽ മുഴുവനും നിങ്ങളാണ് നിൽക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വ്യക്തികളുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് എന്തൊക്കെയോ ചർച്ചയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർത്തും നിങ്ങളെക്കുറിച്ചാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒന്നിക്കുന്നതിനെ കുറിച്ചും നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹരിക്കുന്നതിനെ കുറിച്ചും നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനെ കുറിച്ചും കണ്ടുമുട്ടുന്നതിനെ കുറിച്ചും ഒക്കെയാണ് ഈ പേഴ്സൺ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. കാരണം കമ്മ്യൂണിറ്റി എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. 8 എന്ന് പറയുന്ന നമ്പറാണ്. 8 ഓഫ് റോസസ് ആണ്. 8 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി സൈനിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഈ വ്യക്തി മറ്റുള്ളവരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം കീറി മുറിച്ച് കളയാൻ സാധിക്കുന്നില്ല. എവിടെ പോയാലും എങ്ങനെയൊക്കെ പോയാലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ തന്നെയാണ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങളെ മിസ് ചെയ്യാനോ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സണ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ഡെസ്പറേഷനിലേക്കും ഡിപ്രഷനിലേക്കുമാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരായിട്ട് ഈ പേഴ്സൺ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് കാണാം, ഒരു 8കാരി വലയനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു സ്ത്രീനെയാണ് കാണിക്കുന്നത്. അപ്പൊ അത് തീർത്തും ഈ പേഴ്സണെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തിക്ക് ഒരിക്കലും ആകില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കൊണ്ട്, അതായത് ഈ വ്യക്തിയുടെ കൂടെ ഒരുപാട് കൂട്ടുകാരും പല പല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈ പേഴ്സൺ അതുമായിട്ടൊന്നും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ആകുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റ്, നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന
വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, വളരെ അതായത് വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളില്ലെങ്കിലും എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ വ്യക്തി വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. കാരണം നിങ്ങളില്ലാതെ ആയപ്പോൾ ഈ പേഴ്സന്റെ ജീവിതത്തിന്റെ വെളിച്ചം തന്നെ കംപ്ലീറ്റ് വെളിച്ചവും ഇല്ലാണ്ടായി പോയിട്ടുള്ള ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. ലെറ്റ് ദം ഗോ എന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ രണ്ടുപേരും വഴക്കടിച്ചിട്ടുള്ളത് എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അത് വേണ്ട, നിങ്ങളത് ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ പേഴ്സൺ ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലായിരിക്കാം. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം, തേർഡ് പാർട്ടി ആയിട്ടുള്ള യാതൊരു ബന്ധത്തിനും നിങ്ങൾ നിൽക്കണ്ട, തേർഡ് പാർട്ടി കൊള്ളത്തില്ല എന്ന് നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടിട്ടില്ല. അപ്പൊ അതൊന്നും ഉൾക്കൊള്ളാതെ ഈ പേഴ്സൺ എന്ത് ചെയ്തു, വീണ്ടും തേർഡ് പാർട്ടി ആയിട്ട് കൂട്ടുകൂടി അവരുമായിട്ട് പല എന്താ പറയാ കാര്യങ്ങളിലും മുന്നോട്ട് പോയി. ചിലപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് മണി ഡീലിങ്സ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ അവരെ ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഈ പേഴ്സൺ അത് കേട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് അവസ്ഥയെന്ന് വെച്ചാൽ, തേർഡ് പാർട്ടിയുടെ ആ ഒരു കുഴികളിൽ പലതിലും ഈ വ്യക്തി വീണുപോയി. ഈ വ്യക്തിക്ക് അബദ്ധമായി തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് ആ ഒരു വഴി എന്തായാലും അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ആ വഴി തനിക്ക് വേണ്ട, അവരുമായിട്ടുള്ള ബന്ധം തനിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഈ പേഴ്സൺ ലെറ്റ് ഗോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഈ പേഴ്സണ് നെഗറ്റീവാണ് എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഉപേക്ഷിക്കുവാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൽ നിന്നൊക്കെ ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് മാത്രമായി, നിങ്ങളുടേത് മാത്രമായി, നിങ്ങളിലേക്ക് മാത്രം അടുത്ത് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നേരെ വെച്ചിട്ട് വായിക്കാം. കോട്ട് ഇൻ ദ റൂയിൻസ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പല കെണികളിലും അകപ്പെട്ടു പോയിട്ടുണ്ട്. അത് നമുക്കിവിടെ വളരെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ പേഴ്സൺ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവര് ഈ വ്യക്തിയെ കെണിയിൽ അകപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ മറ്റുള്ളവരുടെ കാപട്യ മുഖം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണെ ഉപദേശിച്ചിട്ടുണ്ട്, പിണങ്ങിയിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ ഒരു കെണിയിൽ, എന്തൊക്കെയോ ഒരു ചില പടുകുഴിയിൽ ഈ വ്യക്തി അകപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും വിജയിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന, ആ കെണിയിൽ നിന്നും പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇറ്റ്സ് ടൈം ഫോർ ഹീലിംഗ് നോട്ട് വാർ എന്നാണ്. അതായത് ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ എന്താ പറയുക, ഇപ്പൊ നിങ്ങളായിട്ടാണെങ്കിലും തേർഡ് പാർട്ടി ആയിട്ടാണെങ്കിലും എന്ത് കാര്യവും സമാധാനപരമായിട്ട് പരിഹരിക്കാൻ അറിയുകയില്ല. എന്ത് കാര്യവും ഊതി വീർപ്പിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും യുദ്ധം ചെയ്യാനും ഒക്കെയാണ് ഈ പേഴ്സൺ മുൻകൈ എടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചത് കൊണ്ടോ തല്ല് പിടിച്ചത് കൊണ്ടോ പ്രത്യേകിച്ചൊന്നും തനിക്ക് നേടിയെടുക്കാനില്ല. ഒന്നും പ്രത്യേകിച്ച് തനിക്കിത് കിട്ടാനില്ല. ഉള്ള സമാധാനവും കൂടി പോകും എന്നല്ലാതെ, സാഹചര്യം കുറച്ചും കൂടി വഷളാകും എന്നല്ലാതെ അതിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും തനിക്ക് കിട്ടാനില്ല എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ സമാധാനത്തിന്റെ ഒരു രീതിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമാധാനപരമായിട്ടുള്ള ജീവിതം പടുത്തുയർത്താനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജീവിതത്തിൽ വേണ്ടത് സമാധാനമാണെന്നും അതുമായി മുന്നോട്ട് പോയാൽ മാത്രമേ തനിക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോടാണെങ്കിൽ പോലും ഈ പേഴ്സണ് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു സ്വഭാവ രീതി, നിങ്ങൾ ഒരു കാര്യത്തിനെയും ഊതി വീർപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല.
കാര്യങ്ങളെ വളരെ ശാന്തതയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ശാന്തമായിട്ടുള്ള സ്വഭാവം അത് ഈ വ്യക്തിക്ക് വളരെയധികം ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ട്രൂത്ത് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് ചില സത്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരവസരം ഈ വ്യക്തിക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് ഓൾസോ ഇവിടെ കാപട്യമുഖം അല്ലെങ്കിൽ കള്ളമായിട്ടുള്ള ചില പൊയ്മുഖങ്ങളുണ്ട്. അതിൽ പലതും ഇന്നസെന്റ് ആയിട്ടുള്ള ഫേസ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ പോലും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത്തരത്തിലുള്ള സത്യസന്ധതയായിട്ട് അഭിനയിച്ച് നടക്കുന്ന പല ആൾക്കാരുമാണ് ഇവിടെ യഥാർത്ഥ കള്ളന്മാരും കള്ളികളും. അതുകൊണ്ട് അവരെ കുറിച്ചിട്ടുള്ള ചില ഇൻഫോർമേഷൻസ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു പല ഇൻഫോർമേഷൻ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നതും നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതും ആയിരിക്കും. അതും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതുമാണ്, ആശ്ചര്യപ്പെടുത്തുന്നതുമാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഗബ്രിയേൽ ഏഞ്ചലിനെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഉറപ്പായിട്ടും അതായത് ഈ ഒരു ഏഞ്ചലിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക്, അതായത് ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ, ഈ പേഴ്സന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്നിങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആ ഒരു അവസരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അപ്പോൾ തനിക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ തൻ്റെ കൺമുന്നിലേക്ക് വരുമെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഗബ്രിയേൽ മാലാഖ, ഗബ്രിയേൽ ഏഞ്ചലിനെ നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലൊക്കെ ഈ ഒരു ഏഞ്ചലിനെയും കൂടി ഉൾപ്പെടുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്കിലും നിങ്ങളുടെ ഈ ഒരു ഗബ്രിയേൽ ഏഞ്ചലിനെയും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ. ഒരുപാട് അവസരങ്ങൾ തരുന്ന, വളരെ അമേസിംഗ് ആയിട്ടുള്ള, നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തരുന്ന ഒരു ഏഞ്ചലാണ് ഗബ്രിയേൽ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ദൈവത്തെയും കൂടെ, ആ ഒരു മാലാഖയെയും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് 3 ദിവസത്തിനുള്ളിലാണ് ഈ റീഡിംഗ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഒക്കെ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതും കൂടി കൂട്ടിച്ചേർക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ട് ആണ്. ഏപ്രിൽ മാസം 2026 ഡിസ്കൗണ്ട് ആണ്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. ഓക്കെ. താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.